അച്ഛനെ ആവാഹിക്കുന്നത് ഇയാൾക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ഇയാൾ തന്നെ വരുത്തിയതായിരിക്കും അവനെ. അതിനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. ഇപ്പൊ ഒരു കാര്യം ഉറപ്പാ, ആ വിശ്വനാഥന്റെ ആത്മാവും മാർക്കോയും തമ്മിൽ അടുത്ത ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെയാ അവിടെ പൂജയും മന്ത്രവാദവും ഒക്കെ നടക്കുന്ന കാര്യം അവൻ മണത്തറിഞ്ഞേ. അതുകൊണ്ട് തന്നെയാ അവൻ വന്ന് എല്ലാം അലമ്പിക്കളഞ്ഞതും. ശരിയായിരിക്കൂടാ. ആ ആത്മാവിനെ ഈ ഭൂമി വിട്ടു പോകാൻ മടിയാ. മന്ത്രവാദം നടത്തി കഴിഞ്ഞ ലോറി അപകടത്തിൽ മരിച്ചവൻ മാർക്കോയുടെ ദേഹത്തൊന്നു പോകേണ്ടി വരും. ഇപ്പൊ അമ്മയ്ക്ക് മനസ്സിലായല്ലോ ആ മാർക്കോയുടെ ദേഹത്ത് എന്തോ ശക്തിയുണ്ടത്. അവന്റെ കൂടെ ആത്മാവുണ്ടമ്മേ. ശരിക്കും മാർക്കോ ആത്മാവാണമ്മേ. എന്റെ പൊന്നു പ്രതാപ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അവന്റെ മുന്നിലേക്ക് എന്നെ കൊണ്ടുപോയേക്കരുത്. അല്ലെങ്കിൽ എപ്പോഴാ ഞാൻ പോയിരിക്കുന്നേ? എനിക്ക് തന്നെ അവനെ കാണുന്നത് പേടിയാ. എന്നാലും വല്ലാത്തൊരവസ്ഥയായി പോയല്ലോ. മന്ത്രവാദി കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നെങ്കിൽ വലിയ തരക്കേടില്ലാതെ ഭയപ്പാടില്ലാതെ ജീവിക്കായിരുന്നു. ഇപ്പഴേ ഭയം ഇരുട്ടിച്ചല്ലോ. രാത്രി ഉറക്കമില്ലമ്മേ. ഉറങ്ങിക്കഴിഞ്ഞാ പിന്നെ തോണ്ടി വിളിക്കുക. തോണ്ടി വിളിച്ചോ? ആ അതെ അമ്മേ. കാലിന്റെ വെള്ളലിട്ട് ചോർന്നിട്ടേ ഇക്ലിയാക്കുക. എന്നെ ഉറക്കത്തിലെന്ന് ആത്മാക്കൾ ഉറപ്പിച്ചിരിക്കുക അമ്മേ. അതിനിടയ്ക്ക് അമ്മ ഇങ്ങനെ എന്നെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കല്ലേ. എന്തിനിങ്ങനെ നോക്കി നീക്കൊണ്ടിരിക്കുന്നത്? ഈ നോട്ടം കാണുമ്പോ എനിക്ക് പേടിയാ. ചേടാ, അതിന് നീ എന്തിനാടാ പേടിക്കുന്നേ? നിന്നെ കണ്ട് ഞാനല്ലേ പേടിക്കണ്ടേ? പ്രതാപ, പ്രതാപ, അവിടെ എന്റെ വീട് പൊടിയെല്ലാം പിടിച്ച് ഒഴിഞ്ഞു കിടക്കുക. അവിടെയോട്ടങ്ങ് മാറിയാലോ എന്നാ ഞാൻ ആലോചിക്കുന്നത്. മാറിക്കോ. സ്വന്തം മോനെ വിട്ടിട്ട് അങ്ങോട്ട് പോയിക്കോ. ഒറ്റയ്ക്ക് താമസിക്കുന്നവരെ പ്രേതങ്ങൾക്ക് ഇഷ്ടം. എന്തായാലും എന്റെ അമ്മയല്ലേ അമ്മ. അമ്മയുടെ പിന്നാലെയും ആ ലോറി കയറി ചത്തവും വരാതിരിക്കില്ല. നീ എന്നെ പേടിപ്പിച്ചിട്ട് എന്നെ ഇവിടെ നിർത്താനൊന്നും നോക്കണ്ട. കൂടുതൽ പേടിപ്പിച്ചാലുണ്ടല്ലോ ഞാനൊരു പോക്കങ്ങ് പോവും. ആ, ഈ വീട്ടിലിരിക്കുന്നത് നല്ലത് ഏതെങ്കിലും അമ്പലനടയിൽ പോയിരിക്കുന്നതാ. ഇവിടെ ആവുമ്പോ നിന്റെ ഭാര്യയെന്ന് പറയുന്ന ഒരു പ്രേതമുണ്ട്. അതിന്റെ കൂടെ ആയിരിക്കും ഇപ്പൊ ഒറിജിനൽ പ്രേതം കൂടിയിരിക്കുന്നത്. അല്ല, ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കുക. ഈ ആത്മാക്കളൊക്കെ പുകച്ചുരുളായിട്ടല്ലേ നടക്കുന്നേ? പിന്നെ ഇവൻ എങ്ങനെ ബൈക്കിൽ കയറി പോവും? നീ ലോറി കയറ്റുമ്പോ അവൻ ഏതിന്റെ പുറത്തായിരുന്നു? ബോത്തിന്റെ പുറത്തായിരുന്നോ ബൈക്കിന്റെ പുറത്തായിരുന്നോ? അത് ബൈക്കിന്റെ പുറത്തായിരുന്നു. ആ, അതുകൊണ്ടാണ് അവൻ ബൈക്കിന്റെ പിന്നാലെ കയറിപ്പോയത്. എടാ, അവൻ ഇപ്പോഴും ബൈക്കിനെ സ്നേഹിക്കുന്നുണ്ട്. എന്നാ മരണം നടന്നപ്പോ തന്നെ പൂജയെ മന്ത്രവാദമൊക്കെ അങ്ങ് നടത്തണമായിരുന്നു. അങ്ങനെയെങ്കിൽ അന്നേ ആ ആത്മാവിനെ പിടിച്ചു കെട്ടാൻ പറ്റുമായിരുന്നു. നേരത്തെ മഹാലക്ഷ്മി പ്രേതമായിട്ട് അഭിനയിച്ച് നമ്മളെയൊക്കെ കളിയാക്കുമായിരുന്നു. എന്നാ ഇതിപ്പോ അങ്ങനെയല്ല. ഇവിടെ നിന്നെ ഇപ്പൊ ശല്യം ചെയ്യുന്നത് ശരിക്കുള്ള പ്രേതവാ. അയ്യോ, നീ കണ്ണന്റെ അച്ഛനെ കണ്ട സ്ഥിതിക്ക് ഇനി അടുത്ത വിഷു വരെ നിനക്ക് ഇടയ്ക്കിടയ്ക്ക് ആ ആത്മാവ് ദർശനം തരാനുള്ള സാധ്യതയുണ്ട്.
ഇനി നീ ഒരു ആത്മാവായി പോകരുതെന്നാണ് എന്റെ പ്രാർത്ഥന. അങ്ങനെയാണെങ്കിൽ പിന്നെ നീ എന്നെ വിടാതെ പിന്തുടരും. എന്നെ കൊണ്ട് ചിലപ്പോ പോയെന്നും വരും. 10-20 വർഷത്തിൽ ഒരു ദിവസം കുറയുന്നതിന് മുമ്പ് മുകളിലോട്ട് എടുക്കരുതേ എന്നാണ് എന്റെ പ്രാർത്ഥന. ഇങ്ങനെ സ്വാർത്ഥയായ ഒരു അമ്മയെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. മരിക്കുമ്പോ മാന്യമായിട്ട് മരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പ്രതാപ. കണ്ണിൽ കണ്ട പ്രേതത്തിന്റെ പല്ലും നഖവും കൊണ്ട് പോകാനുള്ള പാപമൊന്നും ഞാൻ ചെയ്തിട്ടില്ല, നിന്നെ ജനിപ്പിച്ചതല്ലാതെ. അച്ഛൻ പറയുന്നതേ ഈ മാർക്കോടെ ദേഹത്തും പ്രേതം കേറിയിട്ടുണ്ടെന്നാണമ്മേ. പ്രേതവും പിശാചും എല്ലാം ഒന്നിച്ചേ അവന്റെ ശരീരത്തിലുണ്ട് മോളെ. അതുകൊണ്ടാ അവനെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്തത്. ഇനിയിപ്പോ നമുക്ക് പുറത്തെവിടെയെങ്കിലും വെച്ച് ഈ കർമ്മങ്ങൾ ചെയ്താലോ? അങ്ങനെ ചെയ്താലുവേ അവൻ മണം പിടിക്കത്തില്ലെന്ന് ആരറിഞ്ഞു? ഇതൊക്കെ നായ്ക്കളുടെ ജന്മല്ലേ. ആ വാ മോനെ. അല്ല, അവനോടെ ഉണ്ണി? ഓ, അങ്ങേരിടയ്ക്ക് പുറത്തോട്ട് പോയിരുന്നല്ലോ കണ്ണേട്ടാ. അപ്പോ പുറത്തുനിന്ന് എവിടുന്നോ എന്തൊക്കെയോ കഴിച്ചെന്നോ പറഞ്ഞത്. വീട്ടില് ഫുഡുള്ളപ്പോ പുറത്തുനിന്ന് കഴിക്കുന്നവനല്ലല്ലോ. ആ പൈസ ലാഭിക്കാൻ നോക്കുന്ന കൂട്ടത്തിലാണല്ലോ. ഇന്നെന്താണെന്ന് അറിയില്ല, പുറത്തുനിന്ന് കഴിച്ചു. ഇനി ഏതെങ്കിലും ഫ്രണ്ട്സ് വാങ്ങിച്ചു കൊടുത്തോന്നും അറിയില്ല. കണ്ണാ, എന്നാൽ ഇന്നിവിടെ നടന്നതേ ഒരു വല്ലാത്ത സംഭവമായി പോയല്ലോ. അവൻ ഈ കൃത്യസമയത്ത് എങ്ങനെ വന്നെന്നാ ഞാൻ ആലോചിക്കുന്നത്. ഒരുത്തി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ, അവളായിരിക്കും ന്യൂസ് കൊടുത്തത്. അത് ശരിയാ. അല്ല കരണേ, എന്റെ അച്ഛന്റെ ആത്മാവെന്തിനാ നിന്റെ അച്ഛനെ ശല്യം ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവര് തമ്മില് മുൻപരിചയക്കാരല്ല, ഒരു ബന്ധവുമില്ല. എന്നിട്ടും പിന്നെന്തിനാ എന്റെ അച്ഛന്റെ ആത്മാവ് കരുണയുടെ അച്ഛന്റെ പിന്നാലെ കൂടിയിരിക്കുന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നാ ഞാൻ ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്, അച്ഛൻ എന്റെ പിന്നാലെ ഒന്ന് വന്നെങ്കിലെന്ന്. അയ്യോ, അങ്ങനെയൊന്നും ആഗ്രഹിക്കല്ലേ മോനെ, പ്രാർത്ഥിക്കല്ലേ. എന്റെ അച്ഛൻ ഏത് രൂപത്തിൽ വന്നാലും എനിക്ക് ഭയമില്ലമ്മേ. സ്നേഹിച്ച് കൊതി തീരും മുമ്പേ പോയ അച്ഛനാ. അതിന്റെ ഒരു വിങ്ങല് ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. ആ, നീ കഴിക്കും മോനെ. അന്നത്തെ ആ ലോറിയുടെ വരവും മഴയത്ത് ആ ലോറി വന്ന് ബുള്ളറ്റിൽ തട്ടിയതുമൊക്കെ ഇന്നലെ എന്നോണം ഞാൻ ഓർക്കുന്നു. താഴെ വീണ് കിടന്നപ്പോഴും അച്ഛൻ മോനെ എന്നാ വിളിച്ചത്. എനിക്കെന്തെങ്കിലും പറ്റിയെന്നുള്ള ഭയവും വേദനയായിരുന്നു ആ സമയത്തും. എന്റെ അച്ഛനാണ് ആ അപകടം ഉണ്ടാക്കിയെന്നറിഞ്ഞ അതോടെ എന്റെ ഈ വീട്ടിലെ ജീവിതം അവസാനിക്കും. അവിടെ പിന്നെ എല്ലാവരും ഒന്നിച്ചേ നിൽക്കത്തുള്ളൂ.
ജനിച്ച വർഷമാണ് സാധാരണ അങ്ങനെ പാസ്വേഡായിട്ട് വെക്കാറ്. കണ്ണേട്ടാ, ഭക്ഷണം കഴിച്ചോ? ഞാനിന്ന് രാവിലെ തോമസ് സാറിൻ്റെ അടുത്ത് പോകുന്നുണ്ട് ചെക്കപ്പിന്. ഇതാരാ അയച്ചിരിക്കുന്നത്? മഹേഷ്. ആരാണ് ഈ മഹേഷ്? മഹാലക്ഷ്മി മഹി. അവള് തന്നെ ആയിരിക്കും ഇത്. ഇത് അവളുടെ നമ്പർ അല്ലല്ലോ. ഇനി മറ്റേതെങ്കിലും നമ്പറിൽ നിന്നായിരിക്കോ രണ്ടാളും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ? എന്തായാലും ഇതിനൊരു അവസാനം ഉണ്ടാക്കിയേ പറ്റൂ. ഇതെല്ലാം കുഞ്ഞുടുപ്പുകളാണല്ലോ. ഇയാൾക്കിത് എന്തിനാ? ഇന്നവള് തോമസ് സാറിന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ടോയെന്നറിയണം. അങ്ങനെയെങ്കിൽ എൻ്റെ സംശയം ഏതാണ്ട് ശരിയായി വരുന്നുണ്ടെന്ന് വേണം പറയാൻ. കണ്ണേട്ടൻ ഇങ്ങോട്ടേക്ക് ഫ്രൂട്ട്സ് വാങ്ങാനോ മറ്റോ വരാറുണ്ടോ? ആ, ഇടയ്ക്കൊക്കെ വരും. ഇവിടുത്തെ ഫ്രൂട്ട്സ് സാറിന് വലിയ ഇഷ്ടമാണല്ലോ. ഇന്നും വന്നായിരുന്നു. എന്നിട്ട് ഇവിടെയുള്ള മിക്ക ഫ്രൂട്ട്സും വാങ്ങിച്ചുകൊണ്ടാ പോയത്. ഓ, എല്ലാം വാങ്ങിയായിരുന്നോ? എല്ലാം ഓരോ കിലോ വെച്ച് വാങ്ങിക്കൊണ്ടാ പോയത്. നിങ്ങക്ക് ഭക്ഷണമൊന്നും വേണ്ട അല്ലേ? കണ്ണേട്ട ഞാൻ എവിടെയാണെന്ന് ചോദിച്ചപ്പോ നീ എന്താ പറഞ്ഞത്? നിങ്ങൾ പറഞ്ഞു തന്നെ പറഞ്ഞു, പുറത്തുനിന്ന് എന്തൊക്കെയോ കഴിച്ചിട്ടാ വന്നതെന്ന്. സത്യത്തിൽ എന്തെങ്കിലും കഴിച്ചായിരുന്നോ? ഇനിയിപ്പോ എനിക്ക് കഴിച്ചില്ലെങ്കിലും വിശക്കത്തില്ല കരണേ. ഓ, ഇങ്ങേര് മലമറിക്കുന്ന അന്വേഷണത്തിലാണല്ലോ. അപ്പൊ പിന്നെ കഴിക്കുന്ന കാര്യം പോലും മറന്നു പോവായിരിക്കും. അതെ, മറന്നുപോകും. എന്നിട്ട് അന്വേഷണം എവിടെ വരെ ആയി? ഞാൻ അങ്ങയുടെ മുറിയിൽ ഒരു തിരച്ചിൽ നടത്തുമായിരുന്നു. എന്നിട്ട് അന്വേഷണത്തിന് സഹായിക്കുന്ന എന്തെങ്കിലും തെളിവ് കിട്ടിയോ? തെളിവ് പലതും കിട്ടി.
അത് പക്ഷേ പുറത്തു പറയാൻ പറ്റില്ല. അയ്യോ, എനിക്ക് കേൾക്കണമെന്നില്ലേ? എനിക്കിപ്പോ അറിയേണ്ടത് വിഷു വന്ന് തലയിൽ കയറി. കഴിഞ്ഞ തവണത്തെ വിഷുവിന് നിങ്ങൾ എന്തൊക്കെയോ വാങ്ങിച്ചു തന്നായിരുന്നു. ഡ്രസ്സൊക്കെ എനിക്കും എന്റെ അച്ഛനും മുത്തശ്ശിക്കും ഒക്കെ വാങ്ങിച്ചു തന്നായിരുന്നു. ഇത്തവണ അതെന്തെങ്കിലും ഉണ്ടാവൂ? അതിനൊക്കെയുള്ള പണം എന്റെ കയ്യിലുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇഷ്ടം പോലെ പണം ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ അതെടുത്ത് ചെലവാക്കില്ലല്ലോ. നീ എന്നെ ഒരുപാട് വില കുറച്ച് കാണല്ലേ കരുണേ? ഒരു ഭാര്യയും ഭർത്താവിന്റെ വില കുറച്ച് കാണില്ല. അവളുടെ ആഗ്രഹങ്ങളൊക്കെ നടത്തി കൊടുക്കുകയാണെങ്കിൽ. കല്യാണം കഴിഞ്ഞൊരു പെണ്ണിന് അവൾ ഇഷ്ടപ്പെടുന്ന ഭക്ഷണം കഴിക്കാൻ കഴിയുന്നത് ഒരു ഭാഗ്യമാ. എന്നാ ആ ഭക്ഷണത്തിന്റെ വഴി കണ്ടെത്തുന്ന സ്വന്തം ഭർത്താവായിരിക്കണം. ഇവിടെ ഞാൻ വന്ന നാള് മുതൽ ഈ വീട് നന്നായി നോക്കുന്നത് നിങ്ങളുടെ ഏട്ടനാ. അമ്മയും ഞാനും പറയുമ്പോഴല്ലാതെ ഉണ്ണിയേട്ടൻ അറിഞ്ഞ് ഒരു കാര്യവും ചെയ്തിട്ടില്ല. കടയിൽ പോയി ഇഷ്ടം പോലെ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യും. അതിന്റെ ബില്ല് അടയ്ക്കുന്നത് കണ്ണേട്ടനാണെന്ന് മാത്രം. അങ്ങനെ ചെയ്തുകൊണ്ട് നിനക്കോ എനിക്കോ എന്തെങ്കിലും നഷ്ടമുണ്ടോ? ഇന്നിപ്പോ എന്റെ പേരിൽ ഒന്നുമില്ല. ജോലി ചെയ്ത സമയത്ത് ഞാൻ നീക്കി വെച്ച പൈസ മാത്രമേ ഉള്ളൂ. അതൊന്നും ചെലവാക്കാത്തതിന്റെ പേരിലാണ് നീ ഇപ്പോ എന്നെ കുറ്റപ്പെടുത്തുന്നത്. പിശുക്കനായ ഭർത്താവേ, നിങ്ങളോട് ഈ വീട് നോക്കാൻ ഞാൻ ഇപ്പോഴും പറയുന്നില്ല. അതിനു പകരം വിഷു, ഓണം പോലുള്ള വിശേഷ ദിവസം വരുമ്പോഴെങ്കിലും നിങ്ങൾ എന്തെങ്കിലുമൊക്കെ എനിക്ക് വാങ്ങിത്തരണം. അത് എനിക്കൊരു സന്തോഷമാണ്. എനിക്കെന്നല്ല, ലോകത്തുള്ള എല്ലാ പെൺകുട്ടികൾക്കും അതിലൂടെ കിട്ടുന്ന ഒരു ആനന്ദം ഉണ്ടല്ലോ, അതൊന്നും വേറെ തന്നെയാ. ഒരു കാര്യം നീ ഉറപ്പിച്ചോ, എന്റെ അന്വേഷണം വിഷുവിനപ്പുറം പോവില്ല. ഓ, അപ്പൊ അത് കഴിഞ്ഞാലെങ്കിലും മനസമാധാനം ഉണ്ടാവുമല്ലോ. ഈ വട്ട് പിന്നെ കേൾക്കേണ്ടി വരില്ലല്ലോ. ഞാൻ ഇപ്പൊ പറയുന്നൊന്നും വട്ടല്ല. എന്നാ എന്റെ സംശയം ശരിയായി വരുമ്പോ അതിനുശേഷം വട്ടുപിടിക്കാൻ പോകുന്നത് നിനക്കായിരിക്കും. ദേ, ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം. അന്യന്റെ കുഞ്ഞിനെ ഒരു കാരണവശാലും നിങ്ങളുടെ ഏട്ടൻ താലോലിക്കില്ല. അത് ഞാൻ അങ്ങേരുടെ സംസാരത്തിൽ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇന്ന് കണ്ണേട്ടൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് ലക്ഷ്മിയെ തന്നെയാ. അവര് തമ്മിൽ തെറ്റിപ്പിരിയുന്ന സമയത്ത് എനിക്കും അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോ അതിന്റെ തോത് കുറഞ്ഞു വരിക. ശരി, നിങ്ങൾ പറയുന്നത് സത്യമായിട്ട് വന്നാൽ ഞാൻ എന്റെ അച്ഛനോട് പറയും നിങ്ങൾക്കൊരു ഓഫീസ് ഇട്ട് തരാൻ. ഓഫീസോ? അതെ, ഡിറ്റക്റ്റീവ് ഏജൻസി, ഡയറക്റ്റഡ് ബൈ ഉണ്ണി കമലേശ്വരം എന്നൊരു ബോർഡും കൂടി വെച്ചുതരാൻ പറയാം. ഞാനൊരു സത്യം പറഞ്ഞാ ഉണ്ണിയേട്ടന് ദേഷ്യം വരുമോ? പറ. ജോലി ഇല്ലാതായപ്പോ നിങ്ങളുടെ തലയിലെ 1-2 പിരി അളവിപ്പോയി. അതുകൊണ്ടാ നിങ്ങൾ ഏത് നേരവും പിച്ചും പേയും പറയുന്നേ. ഇല്ല, ഈ വിഷുവോടെ ഞാൻ എല്ലാം പൊളിക്കും. കണ്ണേട്ടൻ വിളിക്കുന്നു. ഹലോ കണ്ണേട്ടാ. റെഡിയായോ തോമസ് സാറിന്റെ വീട്ടിലേക്ക് പോവാൻ? റെഡി ആയിക്കൊണ്ടിരിക്കുക കണ്ണേട്ടാ. അല്ല, ഞാൻ വരേണ്ട കാര്യമുണ്ടോ? വേണ്ട, ലേഖയുണ്ട് കൂടെ. ആ, അവിടെ ചെല്ലുമ്പോ ഒരു ദിവസം അവിടെ സ്റ്റേ ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ അതനുസരിക്കണം കേട്ടോ. ധൃതി പിടിച്ചെങ്കിൽ പോരരുത്. അത് വേണ്ടി വരില്ല കണ്ണേട്ടാ. സാറ് കുഞ്ഞിന്റെ ആരോഗ്യം മെച്ചപ്പെടാൻ ആയുർവേദ മരുന്ന് തരാന്നാ പറഞ്ഞത്. ആ, ഞാൻ സാറിനെ വിളിച്ചോളാം. ഇപ്പൊ പുറപ്പെട്ടില്ലേ? ദേ, പുറപ്പെടാൻ തുടങ്ങാ. ശരി ശരി. കണ്ണേട്ടൻ വരട്ടേന്നാ ചോദിച്ചേ. കണ്ണേട്ടൻ ഒരു അവസരത്തിനായി കാത്തിരിക്കുക മഹിയെ കാണാൻ. തോമസ് സാറിന്റെ വീട്ടിൽ വെച്ചാവുമ്പോ ആരും ഒന്നും അറിയില്ലല്ലോ. ഇങ്ങോട്ട് കണ്ണേട്ടൻ വരുന്നത് പേടിച്ചിട്ടാ. എന്നുവെച്ചാ എപ്പോഴും ആരെങ്കിലും കയറി വരുന്നെന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാ ഞാൻ കണ്ണേട്ടനോട് പറഞ്ഞത് ഇനി ഈ വീട്ടിലേക്ക് വരുമ്പോ കാറ് വീട്ടുമുറ്റത്തിടണ്ടാന്ന്. അതുപോലെ തന്നെ വീൽ ചെയർ തന്നെ അകത്തേക്ക് വന്നാ മതിയെന്നും പറഞ്ഞിട്ടുണ്ട്.
ജോലി പോയ ഒരുത്തൻ വെടികൊണ്ട പന്നിയെ പോലെ നടക്കുക. ഇനി മേഘനയല്ല, അവനെയാ സൂക്ഷിക്കേണ്ടത്. കണ്ണേട്ടന്റെ അതേ ചോരയാണെങ്കിലും അവന്റെ രക്തത്തിൽ വിഷം കലർന്നിട്ടുണ്ട്.